ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന പോരാട്ടത്തിന് നാളെ തുടക്കമാകാൻ പോവുകയാണ്. സിഡ്നിയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ BGTയിലെ അവസാന ടെസ്റ്റ് മത്സരം തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വിജയം അനിവാര്യമായ ഒരു പോരാട്ടം തന്നെയാണ്. കാരണം സീരീസിൽ നിലവിൽ ഓസ്ട്രേലിയ ലീഡ് ചെയ്യുകയാണ്, 2-1 ലീഡ് ചെയ്യുകയാണ്. സീരീസിൽ സമനില പിടിക്കാനും അതോടൊപ്പം തന്നെ WTC ഫൈനലിലേക്കുള്ള നേരിയ സാധ്യത നിലനിർത്താനും ഹിറ്റ്മാൻ്റെ സംഘത്തിന് വിജയം അനിവാര്യമാണ്. നാളെ വമ്പൻ മാറ്റങ്ങളുമായിട്ട് തന്നെയാണ് ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിച്ചേക്കില്ല, അതോടൊപ്പം തന്നെ പരിക്കേറ്റ പേസർ ആകാശ്ദീപ് സിംഗും 11-ൽ ഉണ്ടായേക്കില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവസാന ടെസ്റ്റിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ വിശ്രമം എടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ആയിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ഒന്നാം ടെസ്റ്റിലും പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിലും ബുംറ തന്നെയായിരുന്നു രോഹിത്തിൻ്റെ അഭാവത്തിൽ ടീം ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യയുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. യശസ്വി ജയ്സ്വാളിനൊപ്പം പതിപോലെ KL രാഹുലായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തുക. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ശുഭ്മാൻ ഗില്ല് തിരികെ 11ലേക്ക് എത്തിയേക്കും. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, അതോടൊപ്പം ആകാശ്ദീപിന് പകരം പ്രസിദ്ധ് കൃഷ്ണ 11ലേക്ക് എത്തിയേക്കും. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും 11ൽ സ്ഥാനം പിടിച്ചേക്കും. ബുംറ ആയിരിക്കും ഹിറ്റ്മാൻ്റെ അഭാവത്തിൽ നാളെ ടീം ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഒരു അവസാന ടെസ്റ്റിലെ സാധ്യത 11 എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.